ദൈവത്തിനു വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നാം അർത്ഥമാക്കിയിരിക്കുന്നത്? എപ്പോഴും പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, സൽപ്രവൃത്തികൾ ചെയ്യുക, പാട്ടുപാടുക, ബൈബിൾ വായിക്കുക, പ്രസംഗങ്ങൾ കേൾക്കുക എന്നാണ് ചിലരുടെ ചിന്ത. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു: പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം ഇതുവരെ എതിർത്ത് നിന്നിട്ടില്ല. ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ആളുകളുടെ മനോഭാവം, ഞാൻ ചെയ്യുന്ന ഓരോ അനുസരണക്കേടും പാപവും ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നത് ആകയാൽ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്നുള്ള ചിന്തയാണ്. അതായത് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്നുള്ളതായിരിക്കും. ഇന്ന് പലരും തിന്മയുടെ മുമ്പിൽ തോറ്റുപോവുകയാണ്. തിന്മയെ ജയിക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല. തിന്മയെ തിന്മ കൊണ്ടല്ല തോൽപ്പിക്കേണ്ടത്, തിന്മയെ നന്മ കൊണ്ടാണ് തോൽപ്പിക്കേണ്ടത്. അതായത് തിന്മ നമുക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നന്മ അവർക്ക് ചെയ്തുകൊണ്ട് ആ നന്മയാൽ നാം തിന്മയെ ജയിക്കണം. അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ, ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ മാത്രമേ, ക്രിസ്തുവിൽ നാം വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് സാധ്യമാവുകയുള്ളൂ. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുമ്പോൾ തീർച്ചയായും അത് നടക്കും എന്നാണല്ലോ ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നത്. തിന്മയെ എതിർത്താൽ അതിൻ്റെ ഫലം സന്തോഷകരം ആകണമെന്നില്ല. അതിൻ്റെ ഉദാഹരണം ജോസഫിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകും. തിന്മയെ എതിർത്തതുകൊണ്ട് ജോസഫ് ചെന്ന് വീഴേണ്ടി വന്നത് ഒരു കാരാഗ്രഹത്തിലായിരുന്നു. തിന്മ ജയിച്ച മട്ടാണ് അപ്പോൾ നാം കാണുന്നത്. ആ വീട്ടിലെ, അതായത് ജോസഫ് ജോലി ചെയ്തിരുന്ന വീട്ടിലെ ആളുകളെല്ലാം ജോസഫിനെ പഴിച്ചു കാണും. ആ നിരപരാധിയെ പഴിച്ച് അവൻ കള്ളനാണെന്ന് വിധിച്ചു കാണും, അവിശ്വസ്തനാണെന്ന് പറഞ്ഞു കാണും. അല്പം തീയില്ലാതെ പുക വരുമോ, എന്തെങ്കിലുമൊക്കെ കാണും, അല്ലെങ്കിൽ അവൻ ജയിലിൽ പോകേണ്ടി വരത്തില്ല എന്ന് പലരും അവനെക്കുറിച്ച് അടക്കം പറഞ്ഞു കാണും. എന്നാൽ ജോസഫ് മാത്രമൊന്നും പറഞ്ഞില്ല. ജോസഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ സഹിക്കുകയാണ്. സഹനം അദ്ദേഹത്തിന് ദൈവം പ്രത്യേകം കൊടുത്ത ഒരു കൃപയായിരുന്നു. സ്വന്തം നിലപാട് അതിനുവേണ്ടി താൻ വാദിക്കുകയോ പോരാടുകയോ ചെയ്തില്ല. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വേണ്ടി ജോസഫ് അവസരം കൊടുക്കുകയാണ് ചെയ്തത്. നാം പലപ്പോഴും നമ്മുടെ ഭാഗങ്ങൾ ജയിക്കുവാൻ വേണ്ടി, നമ്മുടെ നിലപാട് വ്യക്തമാക്കുവാൻ വേണ്ടി നാം തന്നെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുകയും ദൈവത്തെ നിശബ്ദനാക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ളതല്ലേ സത്യം. നമ്മുടെ വാക്ചാതുര്യം കൊണ്ടും നാം പറഞ്ഞ് ഫലിപ്പിക്കുവാൻ ശ്രമിക്കുന്ന വാക്കുകൾ കൊണ്ടും ഒരിക്കലും കാര്യങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരികയില്ല. ദൈവം നമ്മുടെ നീതിയെ പ്രഭാതം പോലെയും ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കുവാൻ വേണ്ടി നാം കാത്തിരിക്കണം. ജോസഫിൻ്റെ കാര്യത്തിൽ ദൈവം പ്രവർത്തിക്കാനിടയായത് അവൻ്റെ സഹനശക്തി കൊണ്ടും ദൈവഹിതത്തിന് അവനെ തന്നെ സമർപ്പിച്ചതുകൊണ്ടുമാണ് എന്ന് നാം മനസ്സിലാക്കണം. ജോസഫ് ഒരിക്കലും തിന്മയുടെ മുമ്പിൽ തോറ്റുപോയില്ല. തിന്മയോട് അവൻ തോറ്റില്ല. മറിച്ച് നന്മയാൽ അവൻ തിന്മയെ ജയിക്കുകയായിരുന്നു. ദൈവം അറിയാതെ അല്ലല്ലോ ഈ സാഹചര്യങ്ങൾ എനിക്ക് വന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. പാപത്തിൽ വീഴാതെ ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തെ സ്നേഹിച്ചും നല്ലവനായി ജീവിക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഫലം ആണോ ഇതൊക്കെ എന്ന് അദ്ദേഹം ചോദിച്ച് അതിൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയില്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോയില്ല. ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ എപ്രകാരം നാം അതിനോടൊക്കെ പ്രതികരിക്കണം എന്ന് അറിഞ്ഞിരിക്കുവാൻ വേണ്ടിയാണ്. ചരിത്രങ്ങൾ ഇപ്പോഴും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് തിന്മയുടെ മുമ്പിൽ തോൽക്കാതെ
പാപത്തോട് പോരാടുമ്പോൾ പ്രാണത്യാഗത്തോടും എതിർത്ത് നിൽക്കേണ്ടി വന്നാലും എതിർത്ത് നിന്നുകൊണ്ട് നന്മയാൽ തിന്മയെ ജയിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് നാം അവകാശപ്പെടുകയും നമ്മുടെ സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വരുമ്പോൾ പാപം ചെയ്ത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ആ അവകാശവാദത്തിൽ യാതൊരു കഴമ്പും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ജോസഫിനെ പോലെ നമുക്കും ജീവിപ്പാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ.